ഭർത്താവിന്റെ ആകസ്മിക മരണത്തിന്റെ വേദന മാറും മുൻപ് ക്യാൻസർ ബാധിതയാണെന്നറിഞ്ഞതോടെ തീരാ ദുഃഖത്തിലാണ് ഇടുക്കിയിലെ ഒരു കുടുംബം. പണിക്കൻകുടി സ്വദേശിനി കലാ രാജേഷാണ് ചികിത്സയ്ക്ക് മാർഗമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. ക്യാൻസർ ബാധിച്ചതോടെ ജീവൻ തിരിച്ചുപിടിക്കാൻ സുമനസുകളുടെ സഹായം തേടുകയാണ് ഇടുക്കി പണിക്കൻകുടി പുൽപ്രക്കുടിയിലെ കല. ഭർത്താവ് രാജേഷ് 6 മാസം മുൻപ് മരിച്ച ദുഃഖത്തിൽ നിന്നും മോചിതയാകും മുമ്പെയാണ് 39-കാരിയായ കല ക്യാൻസർ രോഗബാധിതയാണെന്നറിയുന്നത്. പറക്കമുറ്റാത്ത 4 കുഞ്ഞുങ്ങളുമായി കഴിയുന്ന ഈ വീട്ടമ്മയ്ക്ക് 1 മാസം മുൻപാണ് ഗർഭാശയ ക്യാൻസർ സ്ഥിരീകരിച്ചത്. എന്റെ ഭർത്താവ് മരിച്ചിട്ട് 6 മാസമായി. അതിൻ്റെ ഇടയ്ക്കാണ് ഇതുപോലൊരു അസുഖം വന്നത്. ഈ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഇതിനോടകം തന്നെ 50,000 മുകളിലായി. ഇനി ഇവിടെ തുടർന്നുള്ള ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെയൊക്കെ സഹായം ആവശ്യമുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ചികിത്സ. ഇതിനകം ഒരു കീമോതെറാപ്പി കഴിഞ്ഞു. തുടർ ചികിത്സയ്ക്കായി മാർഗമില്ലാതെ ഈ കുടുംബം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. 13 വയസ്സ് മുതൽ 1.5 വയസ്സ് വരെ പ്രായമുള്ള 4 മക്കളാണ് കലയ്ക്കുള്ളത്. ചികിത്സയ്ക്കായി വലിയൊരു തുക ഇതിനോടകം ചെലവായി. 3 ദിവസത്തിലൊരിക്കൽ സ്വകാര്യ ആശുപത്രിയിലെത്തി വയറിൽ നിന്നും വെള്ളം കുത്തിയെടുത്ത് മാറ്റണം. ചികിത്സയിലായിരുന്നു. തുടർന്ന് 4 കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് പറ്റാവുന്ന സഹായങ്ങൾ നിങ്ങളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി 1.5 വയസ്സായ ഇളയ കൊച്ചുണ്ട്. ഈ കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് സുഖമില്ലാത്തതാണ്. ഇത്രയും നാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി നിങ്ങളുടെ കാരുണ്യത്തിൽ സഹായം തേടുന്നു. കുടുംബത്തിന്റെ ചെലവുകൾക്ക് പോലും നിവൃത്തിയില്ലാതെ ദുരിതം അനുഭവിക്കുന്ന കലയും മക്കളും ജീവിതം തിരികെ പിടിക്കാൻ സന്മനസ്സുള്ളവരുടെ സഹായം തേടുകയാണ്. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷിനി സജീവന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ നിധി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി.